ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, PSC ഉദ്യോഗാർത്ഥികൾക്ക് സഹായകമായ വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുമല്ലോ. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, 66 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സുപ്രധാനമായ ഒരു വിവരം. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, സിവിൽ പോലീസ് ഓഫീസർ പുരുഷൻ വനിത, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഉൾപ്പെടെ 66 തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജനുവരി 14. ദേശാഭിമാനിയുടെ ഓൺലൈൻ പത്രത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരമാണിത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പ്രധാന തസ്തികകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം. പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി, ആരോഗ്യവകുപ്പിൽ സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ, ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും, തുറമുഖ വകുപ്പിൽ ഹൈഡ്രോഗ്രാഫിക് സർവേവിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ, ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജുകൾ ലെക്ചറർ ഇൻ ഡാൻസ് കേരള നടനം, വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ അപ്ഹോൾസ്റ്ററർ, പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും, ആരോഗ്യ വകുപ്പിൽ റേഡിയോഗ്രാഫർ ഗ്രേഡ് 2, കേരള പോലീസ് മൗണ്ടഡ് പോലീസ് യൂണിറ്റ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഫാരിയർ മൗണ്ടഡ് പോലീസ്, കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓർ ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ, ജലസേചന വകുപ്പിൽ ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 3 ഓർ ട്രേസർ, സാമൂഹ്യനീതി വകുപ്പിൽ ഇൻസ്ട്രക്ടർ ടൈലറിംഗ് ആൻഡ് എംബ്രോയ്ഡറി, സാമൂഹ്യനീതി വകുപ്പിൽ ഇൻസ്ട്രക്ടർ ബുക്ക് ബൈൻഡിംഗ്, കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ. ഇനി ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം. വിവിധ ജില്ലകളിൽ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കേരള പോലീസ് വകുപ്പിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ, വിവിധ ജില്ലകളിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും, ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന, കോട്ടയം തൃശൂർ ജില്ലകളിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, കണ്ണൂർ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ, മലപ്പുറം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ, വിവിധ ജില്ലകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ തയ്യൽ ടീച്ചർ ഹൈസ്കൂൾ, വിവിധ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ലൈബ്രറിയൻ ഗ്രേഡ് 4 ആൻഡ് കൾച്ചറൽ അസിസ്റ്റൻറ്റ്, മലപ്പുറം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്, വിവിധ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ 3ാം ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഓർ 3ാം ഗ്രേഡ് ഓവർസിയർ, എറണാകുളം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, എറണാകുളം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ബോട്ട് ഡ്രൈവർ, ഇടുക്കി ജില്ലയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ സിനിമ ഓപ്പറേറ്റർ, ഇടുക്കി ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ അറ്റൻഡർ ഗ്രേഡ് 2 സിദ്ധ, തൃശൂർ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വിംഗ് ജൂനിയർ അസിസ്റ്റൻറ്റ് ഓർ കാഷ്യർ. ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം. തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് പട്ടികജാതി ഓർ പട്ടികവർഗം എന്നിങ്ങനെ സുപ്രധാനമായ വിവിധ തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വളരെ സന്തോഷകരമായ വാർത്ത. അപ്പോൾ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരായ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കുക. നോട്ടിഫിക്കേഷൻ വരുന്ന മുറക്ക് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും വളരെ നന്നായി പഠിക്കുക. അപ്പോൾ ഈ വിവരം നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക്